ഇന്ത്യ കഴിഞ്ഞ ദിവസം സമാധാനപൂർവമായുള്ള ഒരു സമീപനം സ്വീകരിച്ചു. അതായത് ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലുത്. ഈ യുദ്ധമോ പ്രകോപനപരമായ ഒരു രീതിയോ ഉണ്ടാകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കണം, അവർക്ക് മുന്നോട്ട് പോകണം, അവരുടെ സമാധാനപൂർവമായ ജീവിതം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ത്യക്ക് അത് ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പാകിസ്ഥാനുമായി ബഹളം വെച്ച് അടിവെച്ച് കൊണ്ടിരുന്നാൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ വളർച്ചയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളോ ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങൾക്ക് സമാധാനപരമായ ജീവിതമോ നയിക്കാൻ കഴിയില്ല. അത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിക്കാൻ വന്നപ്പോൾ ഇന്ത്യ പറഞ്ഞു, ശരി, ഭീകരതയെ വളർത്തിയാൽ ഞങ്ങൾ പാകിസ്ഥാനോട് ഇനി യുദ്ധം ചെയ്യും, മര്യാദയ്ക്കൊക്കെ പോയാൽ ഞങ്ങൾ നിങ്ങളുടെ ഒരു കാര്യത്തിനും വരില്ല. അപ്പോഴും ഇന്ത്യ പറയുന്നുണ്ട് വെള്ളം തരില്ല, എന്ന് ഈ ഭീകരവാദം അവസാനിപ്പിക്കുന്നു അന്ന് വരെ വെള്ളം തരില്ല എന്ന് ഇന്ത്യ പറയുന്നുണ്ട്. പക്ഷേ സന്ദീപ് വാര്യർ പറയുന്നത് സന്ദീപ് വാര്യർക്ക് വെടിവെക്കണം. ഇന്ത്യ എപ്പോഴും പാകിസ്ഥാനെതിരെ വെടിവെക്കണം, വെടി നിർത്തൽ കരാർ അവസാനിപ്പിക്കാൻ പാടില്ല, വെടിവച്ചോണ്ടിരിക്കണമെന്നാണ്. സന്ദീപിന് വേണമെങ്കിൽ പോയി വെടിവെക്ക്, അല്ലാതെ ഇന്ത്യൻ സൈന്യം എന്തായാലും ഇന്ത്യയുടെ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ തൽക്കാലം വെടിവെക്കുന്നില്ല എന്നാണ് തീരുമാനിക്കുന്നത്. സന്ദീപ് വാര്യർ ഇട്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായി അങ്ങ് വാരിയെടുത്തിട്ട് പറയുന്നുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്, നമുക്കൊന്ന് വായിക്കാം. എന്നെ നിരന്തരമായി വിമർശിച്ചിരുന്ന പഴയ മിത്രങ്ങൾ പലരും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി നടത്തിയ നാണം കെട്ട വെടിനിർത്തൽ പ്രഖ്യാപനത്തെ എതിർക്കുന്നതായി കണ്ടു. അത്രയും സന്തോഷം. അത് ആരും വെടിനിർത്തൽ പ്രഖ്യാപനത്തെ എതിർത്തത് അത് വിവരമില്ലായ്മ കൊണ്ടാണ് സന്ദീപ് വാര്യരെ. കാരണം ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ അതിർത്തി മേഖലയിൽ കഴിയുന്ന ജനങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളുടെ 26 സഹോദരങ്ങളെ തീർത്ത ഭീകരർക്ക് നമ്മുടെ ഇന്ത്യൻ സേന, നമ്മുടെ ഇന്ത്യയുടെ സർക്കാർ, നമ്മുടെ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. അതായത് കൃത്യം 15ാമത്തെ ദിവസം അവരുടെ ഭീകര താവളങ്ങൾ അടിച്ചൊതുക്കി നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നീട് പാകിസ്ഥാന്റെ പ്രകോപനമാണ് ഉണ്ടായത്. അത് പല ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നു എന്ന് ഇന്ത്യക്ക് തന്നെ മനസ്സിലായി. കാരണം ഇന്ത്യക്ക് യുദ്ധം ചെയ്യാൻ സമയമില്ല. സന്ദീപ് വാര്യർക്ക് വെറുതെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കറങ്ങി നടക്കുന്നത് പോലെ അല്ലല്ലോ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കാര്യം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ചില ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. നരേന്ദ്രമോദി അണ്ടഭക്ത ജനസംഘത്തിലെ ആർക്കെങ്കിലും തെറിവിളിക്കപ്പുറം കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ പറയാം. ഈ അണ്ടഭക്ത ജനസംഘത്തിലെ ഒരാളായിരുന്നു താങ്കളും. ഈ കസേര കിട്ടാതെ വന്നപ്പോഴും കൃത്യമായ സ്ഥാനം കിട്ടാതെ വന്നപ്പോഴും മറുകണ്ഠം ചാടിയതാണെന്ന് ഒന്ന് ഓർത്താൽ നന്ന്. ചില അവസരങ്ങളിലെങ്കിലും പറയുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, ഈ വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി? ഇന്ത്യക്ക് സമാധാനമുണ്ടായി. ഇന്ത്യയിലെ ജനങ്ങൾ അതിർത്തിയിൽ നിങ്ങളെപ്പോലെ ഇവിടെ വെറുതെ 3 നേരം തിന്ന് BJPയും കുറ്റം പറഞ്ഞ് ഇന്ത്യക്കാരെയും കുറ്റം പറഞ്ഞിരിക്കുന്നവരല്ല സൈന്യത്തിൽ ജോലി ചെയ്യുന്നത്. അവർ രാവും പകലുമില്ലാതെ ഇന്ത്യൻ അതിർത്തി കാക്കുന്ന, ഇന്ത്യയിൽ ഒരു ഭീകരർ പോലും നുഴഞ്ഞു കയറാതെ ഇന്ത്യയെ അതിർത്തി കാക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും പഹൽഗാമിൽ നടന്നതോ എന്ന്. അത് ചില തന്തയില്ലാത്തവർമാർ കാണിക്കുന്നതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് അറിയാമെന്നുള്ളതാണ്. അത് നിങ്ങളുടെ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയത്തും ഇതിനപ്പുറം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതും സന്ദീപ് വാര്യർ മറക്കരുത്. പിന്നെ അതിർത്തിയിൽ നിന്ന് പലരും ഒഴിഞ്ഞു പോകുന്നു, അവർക്ക് ജീവിക്കാൻ കഴിയുന്ന അവരുടെ വീടുകൾ ഷെല്ലാക്രമണത്തിൽ തകരുന്നു. മൊത്തത്തിൽ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകളുടെ ജനജീവിതം ദുസ്സഹമാകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇന്ത്യ പറഞ്ഞത് ഭീകരവാദത്തെ വളർത്താതിരുന്നാൽ ഞങ്ങൾ ഇത് അവസാനിപ്പിക്കാം എന്ന്. ഇനി പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കും എന്ന അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ മുൻ അവകാശവാദങ്ങൾ ഇവിടെ പോയി ഒരിടത്തും പോയിട്ടില്ല. അത് അവിടെ തന്നെയുണ്ട്. അമിത്ഷായും രാജ്നാഥ് സിംഗും നരേന്ദ്രമോദിയും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുമെന്ന് സന്ദീപ് വാര്യർ തന്നെ പലപ്പോഴും സന്ദീപ് വാര്യരുടെ വാഗൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് അയോധ്യ രാമക്ഷേത്രത്തിലൂടെ നരേന്ദ്രമോദി സർക്കാർ കാണിച്ചു തന്നതാണ്. പാക് അധീന കാശ്മീർ ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുൻപ് ഇന്ത്യയുടെ കയ്യിൽ എത്തിയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അത് സന്ദീപ് വാര്യരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഇന്ത്യൻ സർക്കാരിനില്ല. ഇനി പഹൽഗാമിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യപ്പെടാതിരിക്കാനോ ഇക്കണ്ട നാടകമൊക്കെ ചർച്ച ചെയ്തോ? നിങ്ങളോട് ചർച്ച ചെയ്യേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? പക്ഷേ ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരല്ല നിങ്ങളുടെ പാർട്ടിയിലുള്ള ചിലരെങ്കിലുമെന്ന് ഈ പ്രശ്നമുണ്ടായപ്പോൾ മനസ്സിലായി. കാരണം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് നിലപാട് സ്വീകരിച്ചവരാണ്. അവർ ഇതിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് വായ്ത്താളം അടിക്കാതെ സന്ദീപ് വാര്യർ എന്നെ പറയാനുള്ളൂ. പഹൽഗാമിൽ സുരക്ഷാ വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ കൃത്യമായ അന്വേഷണം കേന്ദ്ര സർക്കാർ നടത്തും. അത് കൃത്യമായി അന്വേഷണം നടത്തി തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച പരിഹരിക്കുക തന്നെ ചെയ്യും. അതിർത്തിയിൽ പാക് വെടിവെപ്പിലും ഷെല്ലിങ്ങിലും നഷ്ടപ്പെട്ട നിരവധി ജീവനുകൾക്കും വീടുകൾക്കും ജനങ്ങളുടെ സ്വത്തുവകകൾക്കും ആര് സമാധാനം പറയും? ആ നഷ്ടങ്ങൾക്ക് പ്രതികാരം അർഹിക്കുന്നില്ലേ?
പ്രതികാരം, ആ നഷ്ടങ്ങൾക്ക് പ്രതികാരം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങൾക്കിപ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ യുദ്ധം നടത്തണം, എന്നിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകരണം, എന്നിട്ട് പറയണം മര്യാദയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കേണ്ടതാണ്, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ നന്മ മരങ്ങളായി വരും. എന്നിട്ട് യുദ്ധം ചെയ്തില്ലെങ്കിൽ പറയും യുദ്ധം ചെയ്തില്ല എന്ന്, യുദ്ധം ചെയ്താൽ പറയും ഇന്ത്യ പാകിസ്ഥാനെതിരെ വെറുതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കാദ്യം. അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടലിലാണ് വെടിനിർത്തൽ ഉണ്ടായത് എന്ന് വ്യക്തമായിരിക്കുന്നു. മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് മാറ്റുന്നതിന് മുൻപ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ പാർലമെന്റിനോടെങ്കിലും അത് ബോധ്യപ്പെടുത്തേണ്ട സമയത്ത് അങ്ങേര് ബോധ്യപ്പെടുത്തിക്കോളും. തൽക്കാലം സന്ദീപ് വാര്യർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. സ്നേഹത്തിന്റെ കടയിലേക്കല്ലേ ചെന്ന് കയറിയത്. ആദ്യം രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പോയതും സോറോസിനെ കണ്ടതും ഒക്കെ എന്തിനാണെന്ന് അങ്ങേരോട് പോയി ചോദിച്ചിട്ട് എന്ത് കാര്യത്തിനാണ് ഈ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാനൊക്കെയുള്ള കാര്യങ്ങൾ നടത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പോ അക്കാര്യത്തിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് അമേരിക്കയും മോദിയും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഇനി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടി കൊടുക്കാൻ തയ്യാറായ സമയത്ത് ഒരാളോട് പോലും ആലോചിക്കാതെ നടത്തിയ വെടിനിർത്തൽ ഇന്ത്യൻ സൈനികരുടെ ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയുന്ന നടപടിയല്ലേ? ഒരിക്കലുമില്ല. ഇന്ത്യൻ സൈന്യം കൃത്യമായി അടിക്കേണ്ടിടത്ത് കയറി തന്നെ അടിച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യരുടെ ഈ ചൊരുക്ക് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളെ അടിച്ചതോർത്താണ് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. അത് ഇന്ത്യൻ സൈന്യത്തിന്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കേണ്ട. അവര് യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല, അവർ തിരിച്ചടി നൽകുന്നുണ്ട്. നമ്മുടെ സൈനികർക്കും നമ്മുടെ ജനങ്ങൾക്കും ഒരു ആപത്തും വരരുത്തരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കണേ എന്ന് ആഗ്രഹിച്ച ഒരുപാട് അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. ഈ യുദ്ധം അവസാനിച്ചപ്പോൾ നെഞ്ചിൽ കൈവച്ച് ഒന്ന് ശ്വാസം വലിച്ചുവിട്ട എത്രയോ അമ്മമാരറിയാം. എൻ്റെ വീട്ടിലൊരു അമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ കരച്ചിൽ ദിനം പ്രതി കണ്ട്, ഈ യുദ്ധം തുടങ്ങിയ നാൾ മുതൽ ദിനം പ്രതി കണ്ട ഒരാളാണ് ഞാൻ. ഇന്നലെയാണ് എൻ്റെ അമ്മ ഒരു തുള്ളി വെള്ളം ഒന്ന് സമാധാനത്തോടെ ഇറക്കിയത്, ഈ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് മനസ്സിലായപ്പോൾ. കാരണം അവരൊക്കെ 10 മാസം നൊന്ത് പ്രസവിച്ച മക്കളാണ് അതിർത്തിയിൽ നമുക്ക് വേണ്ടി കാക്കാനായി ചെന്ന് നിൽക്കുന്നത്. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം ഓരോ അമ്മമാർക്കുമുണ്ട്. അത് നരേന്ദ്രമോദി സർക്കാർ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നു എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. അപ്പോ ഓരോ അമ്മമാരും അങ്ങനെ തന്നെയാണ് സന്ദീപേ. ഇന്ത്യയെ വിശ്വസിച്ച് പാകിസ്ഥാനോട് പോരടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ബലൂച്ച് പോരാളികളെ മോദി പുറകിൽ നിന്ന് കുത്തിയില്ലേ? ബലൂജിക്കാരെ ഇതിനു മുൻപ് പാകിസ്ഥാനെതിരെ അടിച്ചിട്ടുണ്ട്. അത് ആരുടെ സഹായത്തോടെയാണ് എന്നുള്ളത് ബലൂചിസ്ഥാന് നന്നായിട്ട് അറിയാം, പാകിസ്ഥാൻ അതിൽ കൂടുതൽ നന്നായിട്ട് അറിയാം. ഈ വെടിനിർത്തൽ വെടിനിർത്തൽ നമ്മൾ അവസാനിപ്പിച്ചു എന്ന് കരുതിക്കൊണ്ട് ബലൂചിസ്ഥാനെ സഹായിക്കുന്ന വമ്പൻ ശക്തികൾ സഹായം നിർത്തില്ല. അത് ബലൂചിസ്ഥാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി ഇതിന്റെ ഇടയ്ക്ക് ബലൂചിസ്ഥാനെയും കൂടെ പിടിച്ചിടണ്ട. ഇന്ത്യൻ മഹാരാജ്യത്തെ പ്രധാനമന്ത്രി ജനാധിപത്യ മാർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, അല്ലാതെ രാജഭരണം പോലെ അവകാശം കിട്ടിയതല്ല എന്ന് ഭക്തജന സംഘം മനസ്സിലാക്കണം. തെറ്റായ നടപടികളെ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമുണ്ട്. അസഭ്യ വർഷം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണപരാജയം മറച്ചുവെക്കാൻ കഴിയില്ല. എം.എൻ. വിജയമാസ്റ്റർ പറഞ്ഞതുപോലെ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്താക്കിയാലും കുട്ടി ഉന്നയിച്ച ചോദ്യം അവിടെ അവശേഷിക്കും. തൽക്കാലം കാല് വാരുന്ന, മറുകണ്ഠം ചാടുന്ന, അധികാരത്തിന് വേണ്ടി എന്ത് നാറിയ വർത്തമാനവും പറയുന്ന, എന്ത് ചെറ്റത്തരവും കാണിക്കുന്ന സന്ദീപ് വാര്യർ പോലുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇവിടെ ആർക്കും സമയമില്ല. അത് ഒരു പാർട്ടികൾക്ക്, നിങ്ങളുടെ പാർട്ടിയിലുള്ളവർക്ക് പോലും നിങ്ങളെ നേരെ ചവ പിടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ആദ്യം നിങ്ങൾ തിരിച്ചറിയൂ. നിങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്ത് വൃത്തികേടും പറയും, എന്തും കാണിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ. അതുകൊണ്ട് വെടി നിർത്തും. ഇന്ത്യ തൽക്കാലം വെടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സന്ദീപ് വാര്യരുടെ കുത്തിരിപ്പ് തുടർന്നു.